ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് റെയിൻ ലില്ലീസിനെ കാണാം. നമ്മുടെ വീട്ടിൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ നിറയെ റെയിൻ ലില്ലീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല കളേഴ്സും ഉണ്ട്. ഇത് യെല്ലോ ഒരു വേറെ ചട്ടിയിൽ അതിൻ്റെ വിത്ത് വീണ് മുളച്ചതാണിത്. അപ്പോൾ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതെല്ലാം മിക്സ് കളറുകളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. റെഡിൻ്റെ ചട്ടിയിൽ യെല്ലോ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിലും യെല്ലോ ഒരു മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതും റെഡിൻ്റെ ചട്ടിയായിരുന്നു, ഇപ്പോൾ അതിലെല്ലാം ഓറഞ്ച് കളറായി. അങ്ങനെ ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടണം. അതൊരു വലിയ പണിയാണ്. ഇത് കണ്ടോ, ഡബിൾ കളറാണ്, പിങ്കും വൈറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ബഡ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, കമൻറ്റിലിട്ടാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വേണ്ടവർക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് ബൾബ്. ഇതൊക്കെ നല്ല റേറ്റുള്ള ലില്ലികളാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇത് ഓറഞ്ച് യെല്ലോ മിക്സ് കളർ വരുന്നതാണ്. നമ്മളിതിനു മുമ്പ് റെയിൻ ലില്ലികളുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോസ്. അതൊക്കെ കണ്ടാൽ കുറേയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ലൈറ്റ് യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ഡബിൾ പെട്ടലാണ്, പീച്ച് കളറാണ്. പിന്നെ നമുക്ക് വരുന്നത് പിങ്കിൻ്റെ തന്നെ പലതരം ഷെയ്ഡുകളുണ്ട്. വലിയ പൂവിൻ്റെ, ചെറിയ പൂവിൻ്റെ, പിന്നെ നാടൻ പിങ്ക്, അങ്ങനെ ഒരുപാട് പിങ്കിൻ്റെ തന്നെ വെറൈറ്റികളുണ്ട്. ഈ പീച്ചൊക്കെ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ലൈറ്റ് കളറാകും കേട്ടോ, വെയിലത്ത് നിൽക്കുന്ന കാരണം കൊണ്ട്. നല്ല വെയിലും നല്ല മഴയും വേണം. റെയിൻ ലില്ലി മഴ കൊണ്ടാലാണ് കൂടുതലും പൂവുണ്ടാകുന്നത്. പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ഉണ്ടാകാറുണ്ട്. വെയിൽ വേണം. അങ്ങനെ നോക്കാൻ സൗകര്യം, പ്രത്യേകിച്ച് കെയറൊന്നും അധികം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് റെയിൻ ലില്ലി. ഇതേ പിങ്കിൻ്റെ വേറൊരു ടൈപ്പാണിത്. വളരെ നമുക്ക് ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് റെയിൻ ലില്ലി. നല്ല പൂക്കളുണ്ടാവും, ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. മഴ പെയ്താൽ പിന്നെ എപ്പോഴും പൂവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.